10 വർഷം കൂടി ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ചേഞ്ചസ് വന്നിരിക്കുകയാണ്. അതായത് റെഗുലേഷൻ 1.15BCD എന്ന് പറയുന്ന റെഗുലേഷനെ അവർ 10 വർഷം കൂടി അമെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ റെഗുലേഷനാണ് കോമ്പിറ്റന്റ് ഇംഗ്ലീഷ് ആണോ, സുപ്പീരിയർ ഇംഗ്ലീഷ് ആണോ, പ്രൊഫഷണൽ ഇംഗ്ലീഷ് ആണോ എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഇന്ന് തൊട്ട് എഫക്റ്റീവ് ആയിരിക്കുന്നത് ഇന്ന് തൊട്ടാണ്. അപ്പോൾ ഈ ചേഞ്ചസ് ആരെയൊക്കെ ബാധിക്കും, എന്തൊക്കെയാണ് പുതിയ ചേഞ്ചസ്, ആരെയൊക്കെ ബാധിക്കത്തില്ല എന്ന് നമുക്ക് ഈ വീഡിയോക്കകത്ത് നോക്കാം. അപ്പം ഇന്ന് വന്നിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം 3 പുതിയ ലാംഗ്വേജ് ടെസ്റ്റ് മെത്തേഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്ന MET മിഷിഗൻ ഇംഗ്ലീഷ് ടെസ്റ്റ്, രണ്ടാമത്തേത് സെലിപ്പ് കാനഡിയൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊവിഷ്യൻറ്റ് ഇൻഡെക്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞ സെലിപ്പ്, മൂന്നാമത് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് അക്കാഡമിക്. ഇങ്ങനെ 3 ടെസ്റ്റ് മെത്തേഡോടെ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നമ്മുടെ IELTS പഴയതുപോലെ തന്നെ ഒരു ചേഞ്ചസും ഇല്ല. അതിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ് നേരത്തെ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ. പിന്നെ വന്നിരിക്കുന്നത് OETയുടെ നേരത്തെ ടെസ്റ്റിംഗ് സ്കോറിങ് ആൽഫബറ്റിക്കിൽ നിന്ന് മാറി ന്യൂമറിക് സ്കോറിങ് ആക്കിയിട്ടുണ്ട്. പിന്നെ PTEയുടെയും OETയുടെയും ടെസ്റ്റ് റിസൾട്ട്സിൻ്റെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും, അതായത് അങ്ങോട്ട് ചെയ്യുന്ന കാര്യത്തിന് കൂടുതൽ റിക്വയർമെൻറ്റ് വന്നു, കൂടുതൽ പോയിന്റ് വേണം. അതേസമയത്ത് റീഡിങ്ങിനും ലിസണിങ്ങിനും നേരത്തെ നിന്നും കുറച്ച് സ്കോർ മതി. അത് വന്നിരിക്കുന്നത് OETക്കും PTEക്കുമാണ്. അപ്പം ഈ ഒരു ചേഞ്ചസിനെ നമ്മളൊരു ടേബിളിനകത്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് തൊട്ട് വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചേഞ്ചസ് ആരെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ EOE. ഇനിയിപ്പം EOE എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ പോയിന്റ് ക്ലെയിം ചെയ്യാനായിട്ട് ചെയ്യുന്ന ഇംഗ്ലീഷ് ടെസ്റ്റ് എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് പുതിയ സ്കോറിംഗ് അനുസരിച്ചുള്ള റിക്വയർമെൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അവരുടെ സ്പൗസിനും. പിന്നെ അതുകൂടാതെ EOE വെച്ചിട്ടുള്ള വിസ സബ് ക്ലാസ്സസ് 189, 190, 491 ഇങ്ങനെയുള്ള വിസ സബ് ക്ലാസ്സസിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റിന് ഡെഫിനറ്റ്ലി അത് ബാധിക്കും. പിന്നെ വരുന്നത് 494 അല്ലെങ്കിൽ 186. അവർ കോമ്പറ്റന്റ് ഇംഗ്ലീഷ് ആയിരുന്നു പറഞ്ഞത്. പക്ഷേ കോമ്പറ്റന്റ് ഇംഗ്ലീഷിൻ്റെ റിക്വയർമെൻറ്റ് ചേഞ്ച് ചെയ്തല്ലോ, അപ്പം അതിനെ ബാധിക്കും. പിന്നെ 485 വിസയുടെ നേരത്തെ ഓവറോൾ 57 മതിയായിരുന്നു, ഇപ്പോൾ അത് 55 മതി. പക്ഷേ അതിനകത്ത് ആ റീഡിങ്ങിനും റൈറ്റിങ്ങിനും ചെറിയ റിക്വയർമെൻറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റുഡൻറ്റ് വിസ സബ് ക്ലാസ് 500-ന് ഓവറോൾ IELTSന് 6 മതി, PTEക്ക് ഓവറോൾ 50 മതി. ഇതൊക്കെയാണ് ഈ ആൾക്കാരെ, ഈ വിസ സബ് ക്ലാസസിനെയാണ് ചേഞ്ചസ് അഫക്റ്റ് ചെയ്യുന്നത്. അഫക്റ്റ് ചെയ്യാത്ത ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ അഫ്ര രജിസ്ട്രേഷൻ നേഴ്സസിന് അങ്ങനെയുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റിനൊന്നും ഇത് ബാധിച്ചിട്ടില്ല. അതുപോലെ കമ്മ്യൂണിറ്റി വർക്കർ, സോഷ്യൽ വർക്കർ അങ്ങനെയുള്ള സ്കിൽ അസസ്മെൻറ്റിനുള്ള ആൾക്കാരെയൊന്നും ഇത് ബാധിച്ചിട്ടില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി 482 വിസയുടെ റിക്വയർമെൻറ്റിനെ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ബാധിച്ചിട്ടില്ല.